ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ബുള്ളിയൻ റോസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നീഡിൽ ഇതുപോലെ മുകളിലേക്ക് എടുക്കുക. നമ്മൾ എംബ്രോയ്ഡറി ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ത്രെഡിൽ ഏകദേശം 6 നൂലോളം വരുന്നുണ്ട്. അത് മൊത്തം എടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ 3 എടുക്കുന്നവരുണ്ട്. ഞാൻ മൊത്തം 6 എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴത്തുനിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ മുകളിലോട്ട് കുത്തിയെടുത്തിട്ട് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം 6 പ്രാവശ്യമാണ് നീഡിൽ ചുറ്റിയെടുക്കേണ്ടത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ 6 പ്രാവശ്യം ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് വലിച്ച് കൊടുക്കാം. നല്ല ടൈറ്റിൽ ചുറ്റിയാൽ നമുക്ക് വലിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ ചുറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ താഴത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ മുകളിൽ ഇതുപോലെ നീഡിൽ കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ താഴ്ത്ത് വന്നില്ലേ, അതിൻ്റെ അടുക്കുന്ന ഇതുപോലെ താഴ്ത്തുനിന്ന് അടിവശത്തേ കൂടി നീഡിൽ ഇതുപോലെ നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ അടുത്തേക്ക് ഇതുപോലെ എടുത്തു കൊടുക്കാം. ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആദ്യം രണ്ടാമത്തെ പ്രാവശ്യം 6 ചുറ്റി കൊടുക്കുക. 6 എന്ന് വെച്ചാൽ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 6 പ്രാവശ്യം ചുറ്റിയെടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ താഴ്ത്തി കൊടുക്കാം. ഫസ്റ്റത്തെ 2 നമ്മൾ ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന്, അതായത് നമ്മൾ ആദ്യം ചെയ്തില്ലേ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ എടുത്തും നീഡിൽ, അതിന് ശേഷം രണ്ടാമത് ചെയ്തതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഇനി സൈഡായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം നീഡിൽ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് മാത്രം ചുറ്റി കൊടുക്കുക. പകുതി നീഡിൽ ബാക്കിലേക്ക് വെച്ചുകൂടാ. ഏകദേശം ഫുള്ള് വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം നമ്മൾ ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ 10 പ്രാവശ്യം, ആദ്യത്തേത് 6, രണ്ടാമത്തെ 10 പ്രാവശ്യം ഇതുപോലെ ചുറ്റി എടുത്തിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക കേട്ടോ. വലിച്ചിട്ട് കറക്റ്റാക്കി കൊടുത്തിട്ട് നമുക്ക് അവിടെ തന്നെ കുത്തി താഴത്തേക്ക് ഇറക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം മൂന്നാമത് വരുന്നതും ക്രോസിലായിട്ടാണ്. നമ്മൾ സ്ട്രെയിറ്റ് കൊടുത്തുവിടുക. ചെറിയൊരു വളവിലെ രീതിക്ക് കൊടുക്കണം. അപ്പോഴേ ആ ഒരു ഇതിൻ്റെ ലീഫിൻ്റെത് വളഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ചെയ്യാം. അതുപോലെ താഴത്തിലെ സ്ട്രെയിറ്റ് ലൈനിൽ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സെൻറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡായിട്ട് വരുന്ന രീതിക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ഏകദേശം ചെറിയൊരു ക്രോസ് വരുന്ന രീതിക്ക് വേണം കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് 10 പ്രാവശ്യം ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ ചുറ്റിയെടുത്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ കൊടുക്കാം. അടുത്ത നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ചെയ്ത അതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നീഡിലെടുക്കണം, പുറത്തുനിന്നല്ല, അതിൻ്റെ ഉള്ളിൽ നിന്നായിട്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണാൻ മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് നീഡിൽ ഇതുപോലെ മുകളിലേക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്തതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ആ ഒരു സൈഡിലേക്ക് കൊടുക്കുക കേട്ടോ. ക്രോസ് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. പുറത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കണക്ക് വരും കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നീഡിലെടുക്കാൻ വേണ്ടി പറഞ്ഞതും. അതും നമുക്ക് 10 പ്രാവശ്യം ചുറ്റിയിട്ട് ഇതുപോലെ വലിച്ചു കൊടുത്തിട്ട് നമുക്കതും താഴ്ത്തി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ 6, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 12. മൂന്നാമത്തെ നമ്മൾ 12 പ്രാവശ്യമാണ് ചുറ്റി കൊടുക്കേണ്ടത്. അത് നമ്മൾ ക്രോസിലായി അതിൽ ഏകദേശം ഒരു 6 അവസാനത്തിൽ ഒരു 6 7 നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത 3 ആദ്യം 2 ചെയ്തു, പിന്നെ 3 ചെയ്തു. അടുത്തത് നമുക്കൊരു 6 7 ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ ചുറ്റി കൊടുക്കേണ്ടത് 12 പ്രാവശ്യമാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചെയ്തില്ല അതിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നിന്ന് കുത്തിയിട്ട് ഓപ്പോസിറ്റ് വരുന്നതിന് സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സെൻറ്റർ പിടിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വളവ് കിട്ടും കേട്ടോ. അല്ലാണ്ട് സ്ട്രെയിറ്റ് വരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ലീഫിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്തതിൻ്റെ സെൻറ്ററിലേക്കോ അങ്ങനെ കൊടുത്താൽ റൗണ്ടിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് വരച്ചിട്ട് നമുക്കിത് കണക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ആ സ്കെയിലിൽ റൗണ്ട് വരക്കുന്നത് വരച്ച് കറക്റ്റ് റൗണ്ട് വരച്ചാൽ അതിലുള്ള ഫില്ലാകുന്ന രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം അടുത്തതിൻ്റെ ബാക്ക് സെൻറ്ററിൽ നിന്നും ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ കൊടുത്തു 12 ചുറ്റി കൊടുത്തു താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിപ്പോൾ രണ്ടാമത്തെ ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തില്ലേ, ആ ഒരു ലെയർ വന്നതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റത്തെ 6, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 12. ഇങ്ങനെ എണ്ണവും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന ഒരു എണ്ണ വെച്ചിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ പറയാണ്ട് നമ്മൾ ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രെയിം തിരിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഓരോ സൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്രെയിം എന്തായാലും ആ സൈഡിലേക്ക് കറക്റ്റ് നീഡിൽ വരുന്ന സൈഡിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ ഇത് കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മടിയിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ ഫ്രെയിമിൻ്റെ ഇത് ചുറ്റി കൊടുത്തിട്ട് തിരിയുന്നതിനനുസരിച്ച് നമ്മളത്
ലെവൽ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അധികം ലോങ് ആക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിസൈൻ വേറെ കട്ട് ബീഡ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഫുൾ വീഡിയോ ഞാൻ വെറുതെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. ബാക്കി എല്ലാ ഡിസൈനും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.